Hello everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. സോ മക്കളെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്കുലാർ ടിഷ്യൂവിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ടിഷ്യൂസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അനിമൽ ടിഷ്യൂ. അതിൽ തന്നെ ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, പിന്നെ ഈ മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, ന്യൂറൽ ടിഷ്യൂസ് ഉണ്ട്, അല്ലെ? അപ്പൊ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്കുലാർ ടിഷ്യൂസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയോട് കൂടി നമ്മളെ മസ്കുലാർ ടിഷ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. അത് നമ്മൾ ക്ലിയർ ആക്കി സെറ്റ് ആക്കി മാറ്റാൻ പോവാണ്. സോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് ശ്രദ്ധിക്കാം. എന്താ പറയുന്നത്? മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ, പെണ്ണ് എടുക്കട്ടെ. യെസ്, മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽസ്. നീളത്തിലുള്ള ഫൈബേഴ്സ് ആണ് അതിലുള്ളത്, നീളത്തിലുള്ള സെല്ലുകളാണ്. അതിനെ നമ്മൾ മസിൽ ഫൈബേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, മസ്കുലാർ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് എന്താണ്? ഇലോങ്ങേറ്റഡ് സെൽസ്. ഇറ്റ്സ് കോൾഡ് ആസ് മസിൽ ഫൈബേഴ്സ്. ആ ടിഷ്യൂസ്, ആ മസ്കുലാർ ടിഷ്യൂ, ദിസ് ടിഷ്യൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ മൂവ്മെന്റ് ഇൻ അവർ ബോഡി. അപ്പൊ ഏതൊരു മൂവ്മെന്റിനും എന്ത് കാരണമാണ്? മസിൽസ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഐ എം മൂവിങ്. യെസ് ഓർ നോ? യെസ്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവും? മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ മൂവ്മെന്റിന്റെ കാരണം ആരാണ്? മസ്കുലാർ ടിഷ്യൂ ആണ്. ഇനി ശ്രദ്ധിച്ചോളൂ, മസിൽ കണ്ടെയ്ൻ സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ് കോൺട്രാക്ടൈൽ പ്രോട്ടീൻ. മസിലിൽ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രോട്ടീന്റെ പേരെന്താണ്? കോൺട്രാക്ടൈൽ പ്രോട്ടീൻ. ആ കോൺട്രാക്ടൈൽ പ്രോട്ടീൻ എന്തിനു കഴിയും? കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ആവാനും പറ്റും. കോൺട്രാക്ട് ചെയ്യുന്നത് ചുരുങ്ങുകയാണ്, സങ്കോചിക്കുകയാണ്. ഓക്കെ, കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് മാറാനും പറ്റും. ആ കോൺട്രാക്ഷനും റിലാക്സേഷനുമാണ് ആക്ച്വലി എന്തിന് കാരണമാവുന്നത്? മൂവ്മെന്റ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? മസിൽസ് കണ്ടെയ്ൻസ് certain special protein called as contractile protein which contract and relax enabling movement. മനസ്സിലായല്ലോ? റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ മസിൽസ്, ആ മസ്കുലാർ ടിഷ്യൂ 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ, സ്ട്രയേറ്റഡ് മസിൽസ്. സ്ട്രയേറ്റഡ് മസിൽസിനെ സ്കെലിറ്റൽ മസിൽ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. കാണാമല്ലോ, സ്കെലിറ്റൽ മസിൽ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അൺസ്ട്രയേറ്റഡ് മസിൽസ് ആണ്. ഇതിനെ തന്നെ നമ്മൾ സ്മൂത്ത് മസിൽസ് എന്ന് വിളിക്കാറുണ്ട്. സ്മൂത്ത് മസിൽസ്. റെഡി? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, സ്ട്രയേറ്റഡ് മസിൽ ഓർ സ്കെലിറ്റൽ മസിൽ, അൺസ്ട്രയേറ്റഡ് മസിൽസ്, സ്മൂത്ത് മസിൽ, ദെൻ കാർഡിയാക് മസിൽ. അത് ഹാർട്ട് മസിലാണ്. നമ്മുടെ ഹാർട്ടിൽ കണ്ടെയ്ൻ ചെയ്യുന്ന മസിലാണ് കാർഡിയാക് മസിൽ എന്ന് പറയും. അപ്പോൾ ഇതുപോലെ 3 തരത്തിലാണ് നമ്മുടെ ബോഡിയിലെ മസിൽസ് ഉള്ളത്. ഇതിൽ നമുക്ക് ഓരോന്നും വളരെ വ്യക്തമായി, വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് നോക്കാം. ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നും, ഇതിന്റെ സ്ട്രക്ചറൽ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്നും, ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും, ഇത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് കാണുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ പഠിക്കണം. അപ്പോൾ ഈ ടേബിളിൽ എല്ലാ തരം ഡീറ്റെയിൽസും അടങ്ങിയിട്ടുണ്ട്. വിശദമായി തന്നെ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സ്ട്രയേറ്റഡ് മസിൽസിനെ കുറിച്ച് നോക്കാം. എല്ലാവർക്കും കൃത്യമായി കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആദ്യം സ്ട്രയേറ്റഡ് മസിൽസിന്റെ വിശദ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സ്ട്രയേറ്റഡ് മസിൽസ് എല്ലാവർക്കും കാണാൻ ഞാൻ മഞ്ഞ ഹൈലൈറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ട്രക്ചർ നോക്കാം. സ്ട്രയേറ്റഡ് മസിൽ സിലിണ്ട്രിക്കൽ മസിലാണ്. അതായത് നമുക്കിവിടെ കാണാം, നല്ല നീളമുള്ള സിലിണ്ടർ ആകൃതിയിൽ, നമ്മുടെ സിലിണ്ടർ ആകൃതിയിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് ഏത്? സ്ട്രയേറ്റഡ്. നീളമുണ്ട്, കാണാം, നീളമുണ്ട്, സിലിണ്ടർ ആകൃതിയിലാണ് കാണാൻ. അപ്പൊ നമുക്കത് അവിടെ പറയുന്നുമുണ്ട്. എന്താ പറയുന്നത്? ലോങ് സിലിണ്ട്രിക്കൽ അൺബ്രാഞ്ചഡ് ഫൈബർ. അൺബ്രാഞ്ചഡ് ആണ്, ഒരിക്കലും ഒരു ബ്രാഞ്ച് ഫോം ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഇവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ, കാർഡിയാക്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ സിലിണ്ടർ നോക്കിയാൽ ബ്രാഞ്ചായി, തൊട്ടടുത്തേക്ക് വന്ന് അവിടെ വീണ്ടും ബ്രാഞ്ചായി ഇങ്ങനെ പോവുക. എന്നാൽ ഇവിടുത്തെ ഫൈബറിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ബ്രാഞ്ചസ് ഇല്ല. നേരെ മറിച്ച് ഈ സിലിണ്ടർ ഇതേപോലെ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്, ബ്രാഞ്ച് ഇല്ലാതെ. നീളമുണ്ട്, സിലിണ്ട്രിക്കലാണ്, അൺബ്രാഞ്ചഡ് ആയ ഫൈബർ ആണ്. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്? ടിഷ്യൂ ഈസ് സ്ട്രയേറ്റഡ്. സ്ട്രയേഷൻസ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ക്രോസ് ബാൻഡ്സ് ആണ്.
സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറെ ബാൻഡ് ഇങ്ങനെ കാണാൻ പറ്റും. ആ ബാൻഡിനെയാണ് നമ്മൾ സ്ട്രയേഷൻസ് എന്ന് പറയുന്നത്. ലൈറ്റ് ദെൻ ഡാർക്ക്, ഡാർക്ക് ലൈറ്റ്, ഡാർക്ക് ലൈറ്റ്, അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തുണ്ട്, സ്ട്രയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിന് എന്ത് പേര് വന്നത്, സ്ട്രയേറ്റഡ് മസിൽ എന്ന പേര് വന്നതിന് കാരണം അത് തന്നെയാണ്. സ്ട്രയേഷൻസ് ഉണ്ട് അതുകൊണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ട്രയേഷൻസ് എന്താ, സ്കെലിറ്റൽ മസിൽ, അതിന്റെ മറ്റൊരു പേരാണ് സ്ട്രയേറ്റഡ് മസിൽ. സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കുന്നതിന് കാരണം എന്താ, സ്ട്രയേഷൻസ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് അവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ. അടുത്ത എന്താ പറയുന്നത്, ഹാസ് റിപ്പീറ്റിംഗ് ഫങ്ഷണൽ യൂണിറ്റ് കോൾഡ് സാക്രോമിയർ. അപ്പൊ ഇതിന് കുറെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ് ഇത് അല്ലെ, സാക്രോമിയർ എന്ന് തന്നെ പറയാം. അപ്പൊ സ്ട്രക്ചർ വൈസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇത് എവിടെയാ കാണുന്നത്, നമ്മുടെ ബോണുമായി അറ്റാച്ച് ചെയ്ത് കാണും. സീൻ അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൻ, അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്, സ്കെലിറ്റൽ മസിൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ, ഇത് സീൻ അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൽ ആയതുകൊണ്ടാണ് സ്കെലിറ്റൽ മസിൽ എന്നും വിളിക്കും. ഇതിന്റെ മറ്റൊരു പേരാണ് കേട്ടോ, സ്കെലിറ്റൽ മസിൽ എന്നും വിളിക്കാറുണ്ട്. അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, സ്ട്രയേറ്റഡ് മസിൽസിനെ സ്കെലിറ്റൽ മസിൽ എന്ന് വിളിക്കാൻ കാരണം എന്താ, ഇറ്റ് ഈസ് സീൻ അറ്റാച്ച്ഡ് ടു സ്കെലിറ്റൻ, ബോണുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്, ഹെൽപ്പ് ഇൻ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. അത് പിന്നെ മൂവ്മെന്റിന് കാരണം എന്തായാലും മസിൽസ് ആയിരിക്കുമല്ലോ അല്ലെ. പിന്നെ എന്താ പറയുന്നത്, ഹെൽപ്പ് ടു ഹോൾഡ് ദി സ്കെലിറ്റൻ ടുഗദർ, നമ്മുടെ എല്ലുകളെ, നമ്മുടെ ബോൺസിനെ ഒരുമിച്ച് പിടിച്ചു നിർത്താൻ ഇത് സഹായകരമാകുന്നു. കാരണം നിങ്ങൾ ഇപ്പൊ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബോണുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മസിൽസ് എല്ലാം എന്താണ്, സ്കെലിറ്റൽ മസിലാണ്, സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ പോസ്ചർ, നമുക്കൊരു നിൽക്കുമ്പോൾ നമുക്കൊരു ഷേപ്പ്, ഒരു ആകൃതി ഉണ്ട്, ആ പോസ്ചർ ഉണ്ട്, ആ പോസ്ചറിന് കാരണം ഈ മസിലാണ്. സ്റ്റെബിലൈസിങ് ബോൺസ് ആൻഡ് ജോയിന്റ്സ്, നമ്മുടെ ബോണുകളെയും ജോയിന്റ് എന്താ, ബോണ് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയാം അല്ലെ. രണ്ട് ബോണുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ജോയിന്റാ. അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മസിൽസ് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഒരു ഫിംഗറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ജോയിന്റ് ഉണ്ട് അല്ലെ, ജോയിന്റ്. അപ്പൊ ജോയിന്റ് കൃത്യമായി സ്റ്റെബിലൈസ്ഡ് ആകുമ്പോൾ മാത്രമേ നല്ലൊരു പോസ്റ്റർ അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള സ്ട്രക്ചർ അവിടെ ഉണ്ടാവുന്നുള്ളൂ. അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഇൻഡിവിജ്വൽസ് വില്ല്, അതായത് ഈ സ്ട്രയേറ്റഡ് മസിൽസ് വോളണ്ടറി ആണ്, അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ പെന്ന് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇപ്പൊ എന്റെ കയ്യിൽ പെന്നില്ല, ഐ നീഡ് ടു ടേക്ക് ദാറ്റ് പെൻ, ഇറ്റ്സ് അണ്ടർ മൈ കൺട്രോൾ, ഇറ്റ്സ് അണ്ടർ മൈ വിഷ്, സോ ഐ എം യൂസിങ് മൈ സ്കെലിറ്റൽ മസിൽ, ഐ എം പിക്കിംഗ് ദിസ് പെൻ. മനസ്സിലായ, അണ്ടർ മൈ കൺട്രോൾ. ഇനി അൺസ്ട്രയേറ്റഡ് നോക്കാം. അൺസ്ട്രയേറ്റഡ് മസിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്മൂത്ത് മസിൽ. സ്പിൻഡിൽ ഷേപ്പ് ഉള്ള മസിൽസ് ആണ് കേട്ടോ സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്, സ്പിൻഡിൽ ഷേപ്പ് ആണ്. നമുക്ക് നോക്കാം. യെസ്, ഇവിടെ പറയുന്ന സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്പിൻഡിൽ ഷേപ്പ് വിത്ത് പോയിന്റഡ് എൻഡ്, അതാണ് സ്പിൻഡിൽ ഷേപ്പിന്റെ പ്രത്യേകത. നിങ്ങൾ നോക്കിക്കോളൂ, ഇരുവശത്തും രണ്ടു വശത്തും എന്താണ്, പോയിന്റഡ് ആണ്. രണ്ടു വശത്തും ഇങ്ങനെ പോയിന്റഡ് ആയിട്ടുള്ള മസിൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്മൂത്ത് മസിൽസ് എന്ന് നമ്മൾ പറയും. അൺസ്ട്രയേറ്റഡ് ആണ്, സ്ട്രയേഷൻസ് ഇല്ല. നിങ്ങൾ നോക്കിക്കേ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് സ്ട്രയേഷൻസ്, ക്രോസ് ബാൻഡ് കാണാം, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണില്ല, ആ കുറുകെയുള്ള വരകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നോ ആൾട്ടർനേറ്റീവ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്, അവിടെ നമുക്ക് എന്ത് കാണില്ല, ഡാർക്ക് ലൈറ്റ് ബാൻഡിനെ ഒന്നും കാണാൻ പറ്റൂല. പിന്നെ യുണീന്യൂക്ലിയേറ്റഡ് ആണ്. യുണീന്യൂക്ലിയേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെല്ല്, ഇതൊരു സെല്ലാണ്, ആ സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ. ഇത് വേറൊരു സെല്ലാണ്, അതിനകത്ത് ഒരു ന്യൂക്ലിയസേ ഉള്ളൂ. യുണി എന്ന് വെച്ചാൽ എന്താ, ഒന്ന്. അപ്പൊ ഒരു ന്യൂക്ലിയസ് മാത്രമേ ഒരു സെല്ലിലുള്ളൂ, അതുകൊണ്ടാണ് അത് യുണീന്യൂക്ലിയേറ്റഡ് എന്ന് പറയാം, യുണീന്യൂക്ലിയേറ്റഡ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്ട്രയേഷൻസ് ഇല്ലല്ലോ, ക്രോസ് ബാൻഡ്സ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നോൺ സ്ട്രയേറ്റഡ് മസിൽ ഫൈബർ ആണ്. ആൾട്ടർനേറ്റീവ് ലൈറ്റ് ഡാർക്ക് ബാൻഡ് സ്മൂത്ത് മസിൽ നമുക്ക് കാണൂല. ലൊക്കേഷൻ ഇതെവിടെയാ കാണാ, നമ്മുടെ ആന്തര അവയവങ്ങൾ ഉണ്ടല്ലോ, ഇന്റേണൽ ഓർഗൻസ്, അതിന്റെ വാൾസിലും പിന്നെ വെസൽസ്, ഈ കുഴൽ, ഡൈജസ്റ്റീവ് ട്രാക്ട് പോലുള്ള കുഴലിന്റെ അകത്തും പിന്നെ ബ്ലഡ് വെസൽസിന്റെ അകത്തൊക്കെ കാണും. വാൾ ഓഫ് ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ്. എന്താ ഫങ്ഷൻസ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഈ മൂവ്മെന്റ്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റ് ആണ്. ഫങ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് പെരിസ്റ്റാൾട്ടിക് കോൺട്രാക്ഷൻ ഇൻ ദി വാൾ ഓഫ് അലിമെന്ററി കനാൽ. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കൃത്യമായിട്ട് അലിമെന്ററി കനാലിനകത്തൂടെ പോകുന്നത് എന്ത് മസിലിന്റെ ഹെൽപ്പ് കൊണ്ടാ? സ്മൂത്ത് മസിൽ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കൺട്രോളിലാണോ? അല്ല. ഫോം സ്ഫിങ്ക്ടർ ഫോർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് അപ്പർച്ചർ ട്യൂബ് ആൻഡ് കാവിറ്റി. ഇപ്പൊ സ്ഫിങ്ക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പണിങ്ങിനെ അടക്കാനും തുറക്കാനും സഹായിക്കുന്ന മസിലാണ് സ്ഫിങ്ക്ടർ മസിൽ. ഇപ്പൊ നമ്മുടെ എയ്നസിന്റെ അവിടെയുണ്ട്, പിന്നെ പല ഭാഗങ്ങളിലും സ്ഫിങ്ക്ടർ മസിൽസ് ഉണ്ട്. സ്ഫിങ്ക്ടർ മസിൽ എന്താ ചെയ്യുക? വേണ്ട സമയത്ത് റിലീസ് ചെയ്യും,
അല്ലാത്തപ്പോൾ അടച്ചു വെക്കാൻ സഹായിക്കും. ഓപ്പണിങ് ക്ലോസും ഓപ്പണും അതായത് ഏതെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യാനും വീണ്ടും ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ സഹായിക്കുന്ന മസിൽസ് ആണ്. അവരുടെ ആക്ഷൻസ് ഒക്കെ എന്താണ്? ഇൻവോളണ്ടറി ആണ്, നമുക്ക് ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് സ്മൂത്ത് മസിൽസിന്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിയാക് മസിലാണ്. അപ്പൊ കാർഡിയാക് മസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹാർട്ട് മസിലാണ്, ഹൃദയപേശി എന്ന് പറയും. ഹാർട്ട് മസിലാണ് ആക്ച്വലി എന്ത് എന്ന് പറയുന്നത്? ഹാർട്ട് മസിലാണ് എന്ത്? കാർഡിയാക് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബ്രാഞ്ചഡ് ആണ്. നിങ്ങൾക്ക് കാണാം അല്ലെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കൃത്യമായിട്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഒരു സിലിണ്ടർ കഴിഞ്ഞാൽ ഇവിടെ ബ്രാഞ്ചസ് ഉണ്ട്, അടുത്തേക്ക് വന്നു വീണ്ടും ബ്രാഞ്ചസ് ആണ് കാണാം. ബ്രാഞ്ചഡ് ആണ് മൂപ്പര്, സിലിണ്ടറിക്കലും ആണ് ബ്രാഞ്ചഡും ആണ്. ഫോംസ് ഇന്റർ കണക്ടിങ് നെറ്റ്വർക്ക്, ഒക്കെ ഒരു ശൃംഖല പോലെ ഒരു നെറ്റ്വർക്ക് പോലെ ബ്രാഞ്ചഡ് ആയിട്ട് നിൽക്കുകയാണ്. യുണീക്ക് ജംഗ്ഷൻസ് കോൾഡ് ഇന്റർകലേറ്റഡ് ഡിസ്ക് പ്രസന്റ് ദാറ്റ് ഹോൾഡ് അഡ്ജസന്റ് സെൽ ടുഗദർ. അപ്പൊ ഓരോ സെല്ലുകളെയും പിടിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട്, ഓരോ സെല്ലുകളെയും ഇങ്ങനെ പിടിച്ചു വെക്കാൻ വേണ്ടി ഇന്റർകലേറ്റഡ് ഡിസ്കുകൾ അവിടെയുണ്ട്. കാർഡിയാക് മസിലിന്റെ പ്രത്യേകതയാണ് ഇന്റർകലേറ്റഡ് ഡിസ്കുകൾ. എന്താണ്? ഇന്റർകലേറ്റഡ് ഡിസ്ക് പ്രസന്റ് ഇൻ ദി കാർഡിയാക് മസിൽ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കാം. പിന്നെന്താ പറയുന്നത്? എവിടെ കാണാം? ഹാർട്ട് മസിലാണ്, ഹാർട്ടിലാണ് കാണാം. ഫങ്ഷനിങ് നോക്കുമ്പോൾ ഹാർട്ടിലെ മസിലാണ്. സോ ഹെൽപ്പ് ഇൻ പൾസേറ്റിംഗ് മൂവ്മെന്റ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ ആ ഒരു പൾസേറ്റീവ്, ഹാർട്ട് നമുക്കറിയാം, ഹാർട്ട് എന്താ ചെയ്യുക? ബീറ്റ് ചെയ്യും അല്ലെ, കൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യും. അപ്പൊ അതുവഴിയാണ് പൾസ് ക്രിയേറ്റ് ചെയ്യുക. ബ്ലഡ് ഇങ്ങനെ ആർട്ടറിയിലേക്ക്, ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട് ബ്ലഡ്. അപ്പൊ ആ സമയത്തുള്ള പൾസേറ്റീവ് മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ മസിൽസ് ആണ്. ഹെൽപ്പ് ഇൻ പമ്പിംഗ് ദ ബ്ലഡ് ഫ്രം ഹാർട്ട് ഇൻ ടു ബ്ലഡ് വെസൽസ്. പമ്പ് ചെയ്യാൻ, ബ്ലഡ് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വെസൽസ് ആർട്ടറിയിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഈ ഒരു മസിൽ ഉള്ളത് കൊണ്ടാണ് ആ ഹാർട്ട് കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യുന്നത്. സോ ഹാർട്ട് മസിലാണ് കാർഡിയാക് മസിൽ. അതും എന്ത് തന്നെയാണ്? അതും ഇൻവോളണ്ടറി ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഹാർട്ട് മസിൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻവോളണ്ടറി മസിൽസ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വോളണ്ടറി എന്ന് പറയുന്നത് സ്കെലിറ്റൽ ആണ്, ഓക്കെ, ഓർ സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. ബാക്കി രണ്ടും എന്താണ്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇൻവോളണ്ടറി ആണ്. സ്മൂത്ത് മസിൽസ് ആയാലും പിന്നെ കാർഡിയാക് ആയാലും എന്താണ്? ഇൻവോളണ്ടറി ആണ്. സോ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. മസിൽസ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കണം. സിലിണ്ട്രിക്കൽ ആൻഡ് ബ്രാഞ്ചഡ് ആണെങ്കിൽ കാർഡിയാക്, സിലിണ്ട്രിക്കൽ മാത്രമാണെങ്കിൽ അത് സ്ട്രയേറ്റഡ് ആണ്. സ്കെലിറ്റൽ മസിലാണ്. സ്ട്രയേറ്റഡ് എന്ന് പറയാൻ കാരണം സ്ട്രയേഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ. സ്മൂത്ത് മസിൽസിൽ നിങ്ങൾക്ക് എന്ത് കാണില്ല? സ്ട്രയേഷൻസ് കാണില്ല. അൺസ്ട്രയേറ്റഡ് മസിലാണ്, സ്പിൻഡിൽ ഷേപ്പ് ആണ്. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കുക. ചുരുങ്ങിയ സമയത്തിൽ ഇപ്പോൾ നമ്മൾ മസ്കുലാർ ടിഷ്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.